റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്, അതിൽ ഏറ്റവും ഒന്നാമത്തത് അസ്സിയാം, നോമ്പ് തന്നെയാണ്. 30 നോമ്പും ഞാൻ നോൽക്കും, മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ. അത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ നോമ്പിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് യാതൊരു പോരായ്മകളുമില്ലാതെ ഞാൻ നോമ്പ് നോൽക്കും. പ്രിയപ്പെട്ടവരെ, ഉലമാക്കൾ പറയുന്നത് നോമ്പ് നോൽക്കുക എന്നതിനേക്കാൾ പ്രധാനം നോമ്പിനെ സംരക്ഷിക്കുക എന്നതാണ്. പലരും അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ ആഹാദായ ഏതൊരു മുസ്ലിമിനും പറ്റും. ജാഹിലായ ഒരാളും നോമ്പ് നോൽക്കും, ആലിമായ ഒരാളും നോമ്പ് നോൽക്കും, നല്ല ഇൽമുള്ള പണ്ഡിതനും നോമ്പ് നോൽക്കാൻ പറ്റും, ഒരു ഇൽമില്ലാത്ത ജാഹിലിനും പറ്റും, ഖനിയിനും പറ്റും, ഫക്കീറിനും പറ്റും, എല്ലാവർക്കും പറ്റും ശരീരം കൊണ്ടുള്ള നോമ്പ്. പക്ഷെ നോമ്പിൽ പ്രധാനം നോമ്പിന്റെ മഖ്സദ് മനസ്സിലാക്കിയിട്ട് ആ നോമ്പിനെ സംരക്ഷിക്കുക എന്നതാണ് പ്രധാനം. വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ നോട്ടം കൊണ്ടോ കേൾവി കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നോമ്പിന്റെ പ്രതിഫലത്തിന് കോട്ടം തട്ടാത്ത രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന നോമ്പ് നോൽക്കുക എന്നതായിരിക്കണം നിയ്യത്ത്. അല്ലാതെ ഫജ്റിന്റെ മുമ്പ് അത്താഴം കഴിക്കുക, മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ നോമ്പ് തുറക്കുക എന്നതിൽ പരിമിതപ്പെടുത്താത്ത വ്യക്തമായ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള അസ്സിയാം, അതിന് നമ്മൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കണം. കാരണം നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നഹു ലാ ഇദ്ല ലഹു എന്നാണ്. അതിന് പകരം വെക്കാവുന്ന മറ്റൊരു ഇബാദത്തില്ല, നോമ്പിന് പകരം വെക്കാവുന്ന മറ്റൊരു ഇബാദത്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നോമ്പിൻ്റെ അഹ്കാമുകൾ, മര്യാദകൾ ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു നോമ്പായിരിക്കണം. പലർക്കും അഹ്കാമുകൾ അറിയില്ല. ഒരു നോമ്പ് നോറ്റാൽ എന്തൊക്കെ പാടുണ്ട്, എന്തൊക്കെ പാടില്ല, തൻ്റെ ഇണയുമായി എങ്ങനെ, എന്തെല്ലാം, എത്രത്തോളം, ഭക്ഷണം, വെള്ളം, നാവ് തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് അഹ്കാമുകളുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷത്തിനും അതൊന്നും അറിയില്ല. ആ അഹ്കാമുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്.